യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യെശയ്യാവ് 60-ന്റെ 1. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ വെച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പിതാവേ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കാലം അവിടുത്തെ വചനത്തിലെ ആഴമേറിയ മുത്തുകള് ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് വിതറുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം, അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണം. അതിന് നാവിന്മേൽ അഗ്നിയുടെ അഭിഷേകം തരണം. ആത്മാവിന്റെ ശക്തമായ ഒഴുക്ക് ഞങ്ങളുടെ മധ്യത്തിൽ അനുഭവിച്ചറിയാൻ സഹായിക്കണം. അപ്പച്ചന് വേണ്ടി വരുന്ന നാളുകൾ ഒന്ന് എഴുന്നേറ്റ് പ്രകാശിപ്പാൻ ഞങ്ങളുടെ മേലെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി പകർന്ന് കാലം ഞങ്ങളെ കമ്മീഷൻ ചെയ്യുന്ന ഒരു പകൽക്കാലമായി ഞങ്ങളുടെ അഭിഷേകം കർത്താവേ, ഞങ്ങളുടെ അഭിഷേക തൈലം ഞങ്ങളുടെ പേര് ഒഴിക്കുന്ന ഒരു പകൽക്കാലമായി ഞങ്ങൾ അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ഒരു ദിവസമായി ഇന്നും തുറന്നുള്ള ദിവസങ്ങൾ ഞങ്ങളെ സഹായിച്ചാട്ട് സകല മഹത്വം എടുത്താട്ട് അവിടെ നാവിൻ പേർ വചനം തന്നാട്ട് കേൾവിക്കാരുള്ളെങ്കിൽ അവിടുന്ന് ക്രിയ ചെയ്താട്ട് സകല മഹത്വം അവിടുന്ന് എടുത്താട്ട് ക്രൂശിന്റെ മറവിലടിനെ മറച്ച് ഇരുത്തിയാട്ട് പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം തന്നെ 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം കൂടെ കർത്താവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജനനത്തെ കുറിച്ച് യെശയ്യാപ്രവാചകൻ പ്രവചിച്ചപ്പോൾ അവൻ പറയുന്ന ഒരു ഭാഗമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. മതി. ഈ രണ്ട് ഭാഗത്തും നമ്മൾ കാണുന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു അന്ധകാര നിബിഡമായ ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ദൈവം, എന്നെയും നിങ്ങളെയും ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നാം ഈ അന്ധകാരത്തിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്നവരായിരിക്കണം. അതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഈ ചുറ്റുപാട് അന്ധകാരം നിറയും. എന്താ അന്ധകാരം എന്ന് പറഞ്ഞാൽ പാപമംഗിലമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, അല്ലെ? ഓരോ ദിവസവും നമ്മൾ മനോരമ പേപ്പർ എടുത്താൽ എറണാകുളം പട്ടണത്തിൽ നിന്ന് ഒരു ദിവസം പോലും കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് പിടികൂടാത്ത ദിവസങ്ങളില്ല. അതിലെല്ലാം പിടികൂടുന്നവർ മുഴുവൻ കൊച്ചു പയ്യന്മാരാ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു 9 പേരെ പിടിച്ചതാ. 24 വയസ്സിന് താഴെ ഉള്ളതായിട്ടുള്ള 8 ആൺകുട്ടികളും 18 വയസ്സുള്ള ഒരു പെൺകുട്ടി. പ്രിയമുള്ള ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വഷളത്വത്തിന്റെ പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്നതാണ് ഒരു തലമുറ. വഷളത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ ദൈവം എന്നെയും നിങ്ങളെ മാറ്റി വെച്ചിരിക്കുന്നത് അവന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാനാണ് എന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മത്തായി 5-ന്റെ 14 മുതൽ 16 വരെ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയെങ്കിലല്ല രണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായ ശിശുമാരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മനുഷ്യരുടെ മധ്യത്തിൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ പ്രകാശിക്കും. വെളിച്ചമുള്ളവർ മാത്രമേ പ്രകാശിക്കാൻ പറ്റത്തുള്ളൂ. ചുറ്റുപാട് അന്ധകാരം നിറഞ്ഞൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഒരുത്തരുടെ ജീവിതത്തില് ഒരു സമാധാനമില്ല, സന്തോഷമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചത്, നമ്മുടെ മേൽ അവന്റെ വെളിച്ചം കടന്നു വരാനിടയായത്, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കാനും ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാനും ദൈവം നമ്മളെ ഇടയാക്കിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാം രക്ഷിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ അടങ്ങിയിരിക്കാനുള്ളതല്ല. പണ്ട് സാധാരണ ഒരു മറുപടി ഉണ്ടല്ലോ, പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നല്ലേ എന്ന് പറഞ്ഞാൽ
നമ്മളെ പലപ്പോഴുള്ള നമ്മുടെ രൂപവും ഭാവവും ഒക്കെ നമ്മൾ ഒരു സ്ഥാനത്ത് ചെന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാനൊരു ദൈവ പൈതലാണ്, എന്റെ ഐഡന്റിറ്റി ഇന്നതാണെന്ന് പലപ്പോഴും നമ്മളെ വെളിപ്പെടുത്താൻ മടിക്കുന്നവരാ. എന്തുകൊണ്ടാ? നമുക്ക് ലജ്ജയാ. കാരണം അവർ നമ്മളെ കളിയാക്കും, അവർ നമ്മളെ പുച്ഛിക്കും, അവർ നമ്മളെ നിന്ദിക്കും. ഈ 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ ജീവിക്കാൻ പഠിച്ചവരല്ലെന്ന് പറയും. പക്ഷെ ഇതിന്റെ മധ്യത്തില് കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ അവന്റെ നാമം മഹിമപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ അവര് ദൈവകൃപയിലേക്ക് വരാനായിട്ട് ഇടയായി തീരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം വെളിച്ചത്തിലേക്ക് വന്നാൽ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ വെളിച്ചം മൂടി വെക്കാനായിട്ടല്ല, മറിച്ച് തണ്ടിന്മേൽ വെച്ചൊരു വിളക്ക് പോലെ ശോഭിക്കാനാണ്. നമ്മൾ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്നവരായി മാറണം. ഇത് വേദപുസ്തകത്തിലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് എടുക്കാനായിട്ട് ആഗ്രഹിക്കുക. പഴയ നിയമത്തിൽ നാം വളരെ വ്യക്തമായി കാണുന്ന ഒരു വ്യക്തിത്വമാണ് നെഹമ്യാവിന്റെ ചരിത്രം, അല്ലെ? നെഹമ്യാവ് ആരായിരുന്നു? പ്രവാസികളുടെ കൂട്ടത്തിൽ പിടിച്ചുകൊണ്ട് വന്നതായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ രാജകൊട്ടാരത്തിൽ വന്നപ്പോൾ രാജാവിന് അവനോട് കരുണ തോന്നി. അവൻ രാജാവിന്റെ പാനപാത്രവാഹനായിത്തീർന്നു. He was the cup bearer for the king. അങ്ങനെ രാജാവിന്റെ രാജധാനിയിൽ രാജാവിന്റെ വീഞ്ഞ് പാത്രവാഹകനായി വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രശസ്ത, വളരെ നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ നെഹമ്യാവിന്റെ ചെവിയിൽ ഒരു വാർത്ത എത്തി. എന്താണ് ആ വാർത്ത? യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും ചുട്ടും അതിന്റെ മാതൃകകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ നെഹമ്യാവ് എന്ത് ചെയ്തു? അവൻ അടങ്ങിയിരിക്കുകയല്ല ചെയ്തത്. അവൻ ഉപവസിച്ച് ദുഃഖിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ എനിക്ക് അതിനുള്ള ഒരു അവസരം തരണം, രാജാവിന് എന്നോട് കരുണ തോന്നണം. പ്രിയമുള്ളവർ, തുറന്നുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അർത്തഹ്ശസ്ത രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇതുണ്ടായത്. രാജാവിന് വീഞ്ഞെടുത്ത് കൊടുക്കുന്നതാണ് സമയത്ത് രാജാവ് നോക്കിയപ്പോൾ നെഹമ്യാവിന്റെ മുഖം വാടിയിരിക്കുന്നു. രാജാവ് ചോദിക്കുകയാണ്, നെഹമ്യാവേ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഇത് മനോവ്യസനമല്ലാതെ മറ്റൊന്നുമല്ല. എന്താണ് സംഭവം? നെഹമ്യാ പറയുകയാണ്, എന്റെ സ്വന്തം ജാതി പാർക്കുന്ന ഞങ്ങൾക്ക് ദൈവം തന്നതായിട്ടുള്ള വാഗ്ദത്ത യെരൂശലേമിന്റെ മതിലുകളെല്ലാം ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ സന്തോഷിക്കാനായിട്ട് സാധിക്കും? രാജാവ് ചോദിക്കുക, നെഹമ്യാവേ, ഞാൻ എന്ത് ചെയ്യണം? രാജാവ് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുക. ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. 4-ാം അധ്യായത്തിന്റെ 1-3 വാക്യങ്ങളൊന്ന് വായിച്ച നെഹമ്യാവിന്റെ 4-1-3. ഞങ്ങൾ മതിൽ പണിയുന്നുവെന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. സൻബല്ലത്ത് ആദ്യം എഴുന്നേൽക്കുകയാണ്. തുടർന്ന് താഴോട്ട് നമ്മൾ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സൻബല്ലത്ത് തോബിയാവെന്ന് പറയുന്ന മനുഷ്യർ, രണ്ടുപേരെ പ്രഭുക്കന്മാരായിരുന്നു. അവര് ഈ മതിൽ പണിയാതിരിക്കാനായിട്ട് അവർ സകല തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്. ഒരുപാട് ഉപായങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ സമയ ചുരുക്കം കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു കാര്യം, നെഹമ്യാവ് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് ശോഭിച്ചു. അതിന്റെ ഫലമായിട്ട് ഇടിഞ്ഞു കിടന്ന ഒരു കുറുക്കൻ, നിങ്ങൾ എത്ര വലുതാലും ഒരു കുറുക്കൻ കയറിയാൽ പോലും മതിൽ ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് സൻബല്ലത്തും തോബിയാവും അവരെ കളിയാക്കിയെങ്കിലും 52 ദിവസം കൊണ്ട് യെരൂശലേമിന്റെ മതിൽ അവർ പൂർണ്ണമായി പണിത് തീർത്തു. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ഒരു സ്ഥാനത്ത് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ അവൻ നമ്മളെ മാനിക്കും. അവൻ നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാനുള്ള ശുശ്രൂഷ നിവർത്തിക്കുക തന്നെ ചെയ്യുന്ന ദൈവമാ. നാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായാൽ മതി. നാം ഒന്ന് എഴുന്നേറ്റ് ശോഭിക്കാൻ തയ്യാറായാൽ മതി. നമ്മൾ എഴുന്നേറ്റ് ശോഭിക്കാൻ തയ്യാറായാൽ ദൈവം അതിന്റെ മധ്യേ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ കൈ, നെഹമ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, വചനം പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആർക്കും നിൽക്കാൻ സാധ്യമല്ല. പിശാച് ചില പീഡിപ്പിക്കലൊക്കെ നടത്തും,
ചിലയൊക്കെ കരങ്ങളിൽ എടുത്ത് നമുക്കെതിരായി ഉപയോഗിക്കും. പക്ഷെ നിരാശപ്പെട്ടു പോകരുത്. തക്ക സമയത്ത് ദൈവം ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധൈര്യത്തോടെ അതിനുവേണ്ടി നിൽക്കുമെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ദൈവം തന്നെയാണ്. ഞാൻ അത്രയും പറഞ്ഞ നെഹമ്യാവിന്റെ ചരിത്രം അങ്ങ് വിടട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നാണ്. ദാനിയേലിനെ നമുക്കറിയാം. ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ ഇവരെല്ലാം പ്രവാസികളായി പിടിച്ചുകൊണ്ട് വന്നപ്പെട്ടവരാണ്, അടിമകളായി പിടിച്ചുകൊണ്ട് വന്നവരാണ്. പക്ഷെ ദാനിയേൽ ആ രാജ്യത്ത് ചെന്നപ്പോൾ അവനെ പ്രത്യേകമായിട്ട് രാജസന്നിധിയിൽ നിൽക്കത്തക്കവണ്ണം രാജാവിന്റെ ഭോജനം കൊണ്ട് അവന് തൃപ്തിപ്പെടുത്തി ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇവരെ ഇരുത്തേണ്ടതിന് ദൈവം രാജാവ് തെരഞ്ഞെടുത്ത ചിലരിൽ 4 പേർ ഇവര് 4 പേരുമായി. എന്നാൽ നമുക്കറിയാം, രാജകീയ ഭോജനം എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചിട്ട് ശേഷം വിളമ്പുന്നതാണ് ഭോജനമാണ്. അതുകൊണ്ട് ദാനിയേലും കൂട്ടരും ഒരു കാര്യം തീരുമാനിച്ചു: ഞങ്ങൾ രാജാവിന്റെ ഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ മലിനമാക്കത്തില്ല. എന്നിട്ട് ദാനിയേൽ കൂടെയുള്ള ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവർ 4 പേരും പറഞ്ഞു, ഞങ്ങൾക്ക് ശാഖപദാർത്ഥവും വെള്ളവും തന്നാൽ മതി. ശാഖപദാർത്ഥം എന്ന് പറഞ്ഞാൽ പരിപ്പും വെള്ളവും തന്നാൽ മതി. അപ്പോൾ അവരുടെ മേൽവിചാരനാക്കിയിരുന്നതായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്റെ തല പൊക്കുന്ന കാര്യമാണ് പറയുന്നത്. കാരണം കുറെ ദിവസം കഴിയുമ്പോൾ രാജാവ് നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ നിങ്ങളാകെപ്പാടെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നതും മറ്റുള്ളവർ നല്ല മുഖത്തോട്ടിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ചോദ്യം വരും, എന്റെ തല പോകുന്ന പരിപാടിയാന്ന് പറഞ്ഞു. ഇപ്പൊ ദാനിയേലും കൂടെ ഉള്ളവർ പറഞ്ഞു, ദയവായി ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അവൻ തയ്യാറായി. കുറെ ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ മറ്റ് രാജാവിന്റെ ഭോജനം കൊണ്ട് കഴിച്ച് ഒക്കെ ഇരുന്നവരെക്കാട്ടിലും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേലിന്റെ 4 പേരുടെ മുഖം അതിനേക്കാട്ടിലും മനോഹരമായി. അവരെക്കാട്ടിലും ബുദ്ധി ദൈവം അവർക്ക് കൊടുത്തു, അവരെക്കാട്ടിലും കഴിവ് ദൈവം അവർക്ക് കൊടുത്തു. അതിന്റെ ഫലമായിട്ട് നമ്മൾ കാണുന്നത് എന്താ? ദാനിയേലിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ, ദാനിയേൽ പുസ്തകം പഠിച്ചാൽ വളരെ രസകരമായ ഒരു ചരിത്രമാണ്. 3 പ്രധാനപ്പെട്ട ജാതീയ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദേശത്തിലെ പ്രധാന ദേശാധിപതിയായിട്ട് ദാനിയേൽ വിളങ്ങി എന്നാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രധാന ദേശാധിപതി എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നായനാര് ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് നായനാർ അപ്പോയിന്റ് ചെയ്ത ചീഫ് സെക്രട്ടറിയെ അടുത്ത കോൺഗ്രസ് ഗവൺമെന്റ് വന്നാലോ അന്നേരം മാറ്റും, അല്ല, ഇരുത്തത്തില്ല. പക്ഷെ 3 ജാതീയ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ വളരെയധികം ശോഭിച്ച ഒരു വ്യക്തിയാണ് ദാനിയേൽ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദാനിയേൽ ദൈവത്തിനു വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ രാജാവ് വെച്ച ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇനി തീച്ചൂള 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ആ തീച്ചൂടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പിടിച്ചോണ്ടുപോകാൻ വന്നവര് അവരെ തീ ദഹിപ്പിച്ചു കളഞ്ഞു. പക്ഷേ 3 പേർ അഗ്നിയിൽ അകപ്പെട്ടപ്പോൾ ആ അഗ്നിയുടെ നടുവിൽ 4ാമനായി ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ദൈവ പൈതലേ, നീ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോ ചിലപ്പോൾ എരിയുന്ന തീച്ചൂളയിലേക്ക് മറ്റുള്ളവർ നിന്നെ എറിഞ്ഞെന്ന് വരും. പക്ഷെ അതിന്റെ മധ്യത്തിൽ നീ സേവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടാനായിട്ട് ഇടയാക്കി. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തയ്യാറായി. ദാനിയേലും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് വേണമെങ്കിൽ രാജകീയ ഭോജനവും കഴിച്ച് ഇഷ്ടംപോലെ ജീവിക്കാമായിരുന്നു. പക്ഷേ അവർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ മഹത്വപ്പെടുത്തുവാൻ അവന് വേണ്ടി എഴുന്നേറ്റ് ശോഭിക്കാൻ തയ്യാറായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അതിന്റെ ഫലമായിട്ട് ജാതീയ രാജാവ് പോലും പറയുകയാണ്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ആ ദൈവത്തിനെതിരായി ആരും ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല എന്ന് ജാതീയ രാജാവ് കൽപ്പന കൊടുക്കത്തക്കവണ്ണം ഹല്ലേലൂയ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവർ 4 പേരും
കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് ശോഭിക്കാൻ തയ്യാറായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്തതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. യോഹന്നാൻ 4:28. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്ന് കാണുവേൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ഇത് ആരാന്ന് നമുക്കറിയാം. ശമര്യക്കാരത്തി സ്ത്രീയാ. ശമര്യക്കാരത്തി സ്ത്രീയുടെ ക്വാളിഫിക്കേഷൻ എന്തുവാ? ക്വാളിഫിക്കേഷൻ കേട്ടാൽ അരയ്ക്കുന്ന ക്വാളിഫിക്കേഷൻ അല്ലേ? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവരോ കർത്താവല്ല അല്ലേ? അവളുടെ യോഗ്യത അതാ. പക്ഷേ കർത്താവ് അവളെ തേടി സുക്കാർ താഴ്വരയിലേക്ക് ചെല്ലുകയാണ്. കർത്താവും അവളുമായിട്ടൊരു ദീർഘ സംഭാഷണം നമുക്ക് താഴ്വരയിൽ വെച്ച് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞപ്പോൾ, സംസാരം കഴിഞ്ഞപ്പോൾ, ഈ ശമര്യക്കാരത്തി സ്ത്രീ, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവരോ ഭർത്താവല്ലാത്ത ഈ സ്ത്രീയെ അവൾ ഓടി ശമര്യ പട്ടണത്തിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ നിങ്ങൾ വന്നു കാണുകയും ഒരുപക്ഷെ അവൻ ക്രിസ്തു ആയിരിക്കാം. തുടർന്ന് താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്, അവർ വന്നു കർത്താവിനെ കണ്ടു. അവർ ശമര്യയിലേക്ക് കർത്താവ് ചെന്ന് ദിവസങ്ങളോടെ പാർത്തു. അത് കഴിഞ്ഞ് ആ ശമര്യക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ സാക്ഷാൽ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. കാരണക്കാരി ആരാ? ഒരു 5 ഭർത്താക്കന്മാരുണ്ടായിട്ട് ഇപ്പോൾ ഭർത്താവ് അല്ലാത്തവനുമായി ജീവിക്കുന്ന ജീവിതം തകർന്ന ഒരു വ്യക്തി. അവൾ യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ യേശുവിന് വേണ്ടി അവൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. സ്വന്തം പട്ടണത്തിലേക്ക് പോയി പറയാ. പട്ടണത്തിൽ അവൾക്ക് ഒരു മാന്യതയുള്ളവളല്ല. പക്ഷെ അവളുടെ വാക്ക് കേട്ടിട്ട് എല്ലാവരും വന്ന് യേശുവിനെ കാണുവാനിടയാക്കി. ആ ശമര്യ പട്ടണം മുഴുവൻ സുവിശേഷം കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കി. ആരാ മുഖാന്തരമായി തീർന്നത്? ഒരു ശമര്യക്കാരത്തി സ്ത്രീ. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്തതായിട്ട് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. മർക്കോസ് 5:20. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിലെങ്ങും ഘോഷിച്ചു തുടങ്ങി. ഇപ്പോൾ അവൻ ഘോഷിക്കാൻ തുടങ്ങി. എന്താ ഘോഷിക്കാൻ തുടങ്ങിയേ? ഇവൻ ആരാ? 6000 ഭൂതങ്ങൾ ഒരുമിച്ച് വസിച്ചിരുന്നവനാ അല്ലേ? ഞാനിത് ഈ ഭാഗം വായിക്കും. നമ്മൾ ഒരു കാര്യം ഓർത്തോണം, ഈ ഭൂതങ്ങൾ തമ്മിൽ ഭയങ്കര ഐക്യതയല്ലേ? എന്തൊരു ഐക്യതയാ! 6000 എണ്ണം ഒരുമിച്ച് ഇവന്റെ ശരീരത്തിൽ വസിച്ചിട്ടും അവര് തമ്മില് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അല്ലേ? തമാശ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു ഭൂതം ഭാര്യയുടെ മേളിലൊന്ന് ഇടയ്ക്ക് കയറിയാറുള്ള ഭൂകമ്പം അല്ലേ? എന്തൊരു ഭൂകമ്പം അല്ലേ? തിരിച്ച് ഭർത്താവിൽ കയറിയാലും എന്തോ ഒരു ഭൂകമ്പാ വീട്ടിനകത്തല്ലേ? അപ്പൊ ഈ ലഗ്യോൻ 6000 ഭൂതങ്ങൾ ബാധിച്ച് ഈ മനുഷ്യനെ തേടി യേശു അവിടേക്ക് കടന്നു ചെല്ലുക. യേശു അവിടേക്ക് പോകുന്നതിന് മുൻപ് എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായി. അവൻ വൈകുന്നേരം വരെ പ്രസംഗിച്ച് ക്ഷീണിച്ച് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ശിഷ്യന്മാരോട് ഉദ്ദേശം ഒന്നും പറഞ്ഞില്ല. അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ശിഷ്യന്മാരെല്ലാം കൂടെ വള്ളമൊക്കെ റെഡിയാക്കി യേശു അമരത്ത് തലയണ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ നടുക്കടലായപ്പോൾ വലിയ കാറ്റും കോളി വലിക്കാൻ തുടങ്ങി. പടക് മുങ്ങുമെന്നുള്ള അവസ്ഥ വന്നു. ശിശുമാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ഇവിടെ ഒന്ന് നിർത്തി ഒരു കാര്യം പറയാൻ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കും. നമ്മള് ചിലപ്പോഴൊക്കെ വിചാരിക്കും അല്ലെ, കാറ്റും കോളും ഒക്കെ അടിക്കുമ്പോൾ ഇതോടുകൂടി ഞാൻ തീർന്നു അല്ലേ, എന്റെ അവസാനം ഇതോടുകൂടി തീർന്നു, ഞാൻ ഇനി ജീവിക്കത്തില്ല, എന്റെ കാര്യം പോയെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ കർത്താവിനോട് പോലും പലപ്പോഴും ചോദിക്കും, ഞങ്ങളെ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ഇല്ല.
ചോദിച്ചിട്ടുണ്ടോ? കർത്താവേ, ഇത്രയും പ്രതികൂലങ്ങൾ ഇട്ട്, ഇത്രയും പ്രതികൂലങ്ങളും പ്രയാസങ്ങൾ കൂടെ എന്നെ കടത്തിവിട്ട് എന്നെ പരീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാം ഉണ്ടോ? എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നിനക്കൊരു കൺസേൺ ഇല്ലേ എന്നെ കുറിച്ച്? യാക്കോബ് കണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞല്ലേ. യാക്കോബ് പറയാണ് എല്ലാം എനിക്ക് എപ്പോഴെല്ലാം പ്രതികൂലം എന്ന് പറയുമ്പോ, യാക്കോബേ, നിന്റെ മകൻ യോസഫ് എവിടെ ഇരിക്കുക? ഫറവോന്റെ സിംഹാസനത്തിൽ ഇരിക്കുക. ഫറവോന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് അവൻ രഥങ്ങൾ അയച്ചിരിക്കുക നിന്നെ കൊണ്ടുചെല്ലാൻ. ശിമിയോനെ കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം എനിക്ക് പ്രതികൂലം. ചിലപ്പോഴൊക്കെ നമ്മളും ഇങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ടല്ലേ, എല്ലാം പ്രതികൂലം. കർത്താവിനെ പിൻപറ്റുന്നതിന് മുമ്പ് ഒരു കുഴപ്പമില്ല. പിൻപറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എല്ലാം പ്രതികൂലം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, യാക്കോബേ, നീ എല്ലാം പ്രതികൂലം എന്ന് പറയുമ്പോഴും നിനക്ക് വേണ്ടി ദൈവം കാര്യങ്ങൾ അനുകൂലമാക്കി പുറകിൽ വെച്ചിട്ടുണ്ട്. നീ അത് കാണും, നീ അത് അനുഭവിക്കും, സന്തോഷിക്കുമെന്ന് ഉള്ള വാസ്തവം നമ്മൾ ഓർക്കണം. ചിലപ്പോൾ നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ ആ പ്രശ്നം കൂടുതൽ കൂടുതൽ വഷളായി എന്ന് വരാം. പക്ഷേ നിരാശപ്പെട്ടു പോകരുത്. ദൈവം അതിന്റെ മധ്യേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് യാതൊരു സംശയമില്ല. കർത്താവ് അത് കഴിഞ്ഞ് അവൻ ഗദർദേശത്ത് എത്തുകയാണ്. പടകിൽ നിറങ്ങിയ സമയത്ത് ഒരു മനുഷ്യൻ അവനെ എതിരേൽക്കുക. ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ അവനെ എതിരേറ്റു. യേശു അവനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ, അവൻ സുബോധം പ്രാപിച്ചപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവെ, അവൻ ചോദിക്കുക കർത്താവിനോട്, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിച്ചേട്ടോ, അനുഗമിക്കാൻ നീ എന്നെ അനുവദിക്കണം. അപ്പോ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇപ്പൊ എന്റെ കൂടെ വരണ്ട, നീ നിന്റെ ഭവനത്തിൽ പോയി ഭവനത്തിലുള്ള നിനക്കുള്ള എല്ലാവരോടും ഞാൻ നിനക്ക് ചെയ്തത് ഒക്കെ നീ അറിയിക്ക. ഈ ഗദർദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിളിലെ പുറകിലെ ആ മാപ്പ് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഗദർദേശം എന്ന് പറഞ്ഞ ഒരു ചെറിയ പൊട്ടുപോലൊരു ദേശമാണ്, ഒരു ചെറിയ ഗ്രാമമാണ്. പക്ഷേ ഈ സ്വന്തം വീട്ടിൽ ചെന്ന് കർത്താവ് ചെയ്തതൊക്കെ അറിയിക്കാൻ കർത്താവ് അവനെ പറഞ്ഞു വിട്ടിട്ട് അവൻ ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ ചെയ്ത് അതാ നമ്മൾ നേരത്തെ വായിച്ചു കേട്ടത്. എന്താ ഒന്നുകൂടെ വായിച്ചേ? മർക്കോസ് 5:20. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിലൊക്കെയും പ്രസംഗിച്ചു എന്ന് പറഞ്ഞ ദ ഹോൾ ഡിസ്ട്രിക്ട്. ഏതോ ഒരു ചെറിയ കുഗ്രാമത്തിൽ ഗദർദേശത്തിൽ കടന്നവൻ ആ ഡിസ്ട്രിക്റ്റിൽ മുഴുവൻ അവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു. അവന്റെ ജീവിതത്തിൽ യേശു രൂപാന്തരം വരുത്തി കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ശോഭിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ദക്കപ്പൊലി നാട്ടിലെങ്ങും യേശുവിനെ കുറിച്ചുള്ള ശ്രുതി പരക്കാൻ ദൈവമിടയാക്കി. ഇതൊക്കെ നമ്മൾ ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള ഭാഗം. ലൂക്കോസ് 5:27 മുതൽ 29 വരെ. അതിനുശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്ന പേരുള്ള ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റു വലിയൊരു പുരുഷാരും അവനോട് കൂടെ പന്തിയിലിരുന്നു. മതി, ഒരു മിനിറ്റ്. സക്കായി യേശുവിനെ കണ്ടെത്തുക. അതിന്റെ ചരിത്രമൊക്കെ അതിന്റെ പശ്ചാത്തലമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് അറിയാവുന്ന പശ്ചാത്തലമാണ്. സക്കായി യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോ സക്കായി പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്താ സക്കായി പറഞ്ഞേ? ഞാൻ എന്റെ വസ്തുവകയിൽ ആദ്യം എന്താ പറഞ്ഞു? വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുക്കും, അന്യായമായി വാങ്ങിച്ചതിന്റെ ഒക്കെ 4 ഇരട്ടി.
അപ്പൊ പിന്നെ ബാക്കി സഹായിക്കുന്നുണ്ട്. സക്കായി ബാക്കിയല്ലോ. അന്യായമായി വാങ്ങിച്ചതെല്ലാം പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്. ഞാൻ വിചാരിക്കുന്നത് പിറ്റേന്ന് ലേവി ചുങ്കക്കാരൻ അവിടെ ഒരു ബോർഡ് വെച്ച് കാണും, ഞാൻ അന്യായമായി പൈസ വാങ്ങിച്ചിട്ടുള്ളവരെല്ലാം നാളെ എൻ്റെ അടുക്ക വരണം, ഞാൻ അതെല്ലാം മടക്കി തരിക. പിറ്റേന്ന് സക്കായുടെ വീട്ടിന് മുന്നേ ഭയങ്കര ഇടി, ആളും തള്ളും ബഹളവും. അപ്പൊ കാണുന്നവർ ചോദിക്കുക, എന്താ സംഭവിച്ചു? അയ്യോ അറിഞ്ഞില്ലയോ, സക്കായുടെ വീട്ടിൽ യേശു വന്നു, സക്കായി മാനസാന്തരപ്പെട്ടു. സക്കായി മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ അന്യായമായി വാങ്ങിച്ചതെല്ലാം തിരിച്ചു കൊടുക്കുക. എന്തൊരു വലിയ സാക്ഷ്യം! എന്തുമാത്രം ഇമ്പാക്ട് അതിന്റെ അത് സമൂഹത്തിൽ ഉണ്ടാക്കി കാണും. ചിന്തിച്ചു നോക്കിയേ. ഇപ്പോൾ യേശു അവന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവനാകെ മാറി, അവൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് മാത്രമല്ല, ഇവിടെ നമ്മൾ ലേവിയെ കുറിച്ച് കാണുന്നത്, അവൻ സകല ചുങ്കക്കാരെയും വീട്ടിൽ വിളിച്ചു വരുത്തി. അവന്റെ കൂടെയുള്ള ഓഫീസേഴ്സിനെ മുഴുവൻ, ടാക്സ് പിരിക്കുന്ന ഓഫീസേഴ്സിനെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരെന്തോ എങ്ങനെയാ വിളിച്ചു വരുത്തിയേ? വലിയൊരു വിരുന്നൊരുക്കി എല്ലാരെയും, അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അവൻ വിളിച്ചു കൂട്ടിയിട്ട് കർത്താവിനോട് പറഞ്ഞു കാണും, കർത്താവേ, ഞാനിതാ ഓഡിയൻസിനെ എല്ലാം ഒരുക്കിയിരിക്കുക, നീ പ്രസംഗിച്ചു. ആലോചിച്ചു നോക്കി. ഭക്ഷണം കഴിക്കാൻ വന്നവരോടെല്ലാം യേശുവിനെ കുറിച്ച് പറയുക. പി.ജി. വർഗീസ് എപ്പോഴും പറയും, നമ്മൾ ക്രിസ്മസിനൊക്കെ വീട്ടിൽ ആരെയെങ്കിലും ഒക്കെ ക്ഷണിച്ച് അവർക്കൊരു പീസ് കേക്കും കൊടുത്ത് എന്താ ക്രിസ്തുമസ് എന്താണെന്ന് അവരോട് പറയണം. അത് നമ്മൾ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന ഒരു അതിന്റെ ഒരു സൈനാണ്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നമ്മൾ വേറൊരു വ്യക്തിയെ കാണും. പിറ്റേന്ന് കൈസരിലെത്തി അവിടെ കൊർന്നേലിയോസ് ചാർച്ചക്കാരെയും മറ്റു സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. അവിടെ കൊർന്നേലിയോസ് തന്റെ സ്നേഹിതന്മാരെയും ചാർച്ചക്കാരെയും വിളിച്ചുകൂട്ടി അവരായി കാത്തിരുന്നു. എന്താ ഇതിന്റെ പശ്ചാത്തലം? കൊർന്നേലിയോസ് ആരായിരുന്നു? ശതാധിപനായിരുന്നു അല്ലെ? ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപനായിട്ടുള്ള ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ. അവൻ ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നു, ഒരുപാട് ക്വാളിറ്റീസ് അവനുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം അവനോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയാണ്, കൊർന്നേലിയോസ്, നിന്റെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ചെന്നെത്തിയിരിക്കുന്നു. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവൻ ഇന്ന ഭവനത്തിൽ പാർക്കുന്നുണ്ട്, നീ അവിടേക്ക് ആളയച്ച് അവരെ വരുത്തിക്കണം. അവൻ നിന്നോട് രക്ഷപ്രാപിപ്പാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. കൊർന്നേലിയോസ് ആളിനെ അയച്ചു. കൊർന്നേലിയോസ് ഇല്ലുന്നതിന് മുമ്പേ ദൈവം പത്രോസിനെ എന്ത് ചെയ്തു? വലിയൊരു ദർശനം കൊടുത്തിട്ട്, നമുക്കറിയാം ദർശനം എന്തായിരുന്നു? വലിയ ഒരു തുപ്പട്ടി, 4 ഓടും കെട്ടിയത് ഒരു തുപ്പട്ടി നേരെ താഴേക്ക് വരിക. പത്രോസിന് നല്ല വിശപ്പുണ്ട്. പത്രോസിന് അതിനകത്ത് ഭൂമിയിലെ സകല ഇഴയന്തുക്കളും സകലതുമുണ്ട്. അറയ്ക്കപ്പെട്ടതല്ല, യഹൂദൻ അറയ്ക്കപ്പെട്ടതെല്ലാം അതിനകത്തുണ്ട്. പത്രോസിനോട് കർത്താവ് പറയുക, പത്രോസെ എഴുന്നേറ്റ് അറുത്ത്. പിന്നെ പത്രോസ് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്താ? അവയെ ഒരിക്കലും പാടില്ല, മലിനമോ അശുദ്ധമായതൊന്നും ഞാനൊരു കാലം തിന്നിട്ടില്ല. എന്തുകൊണ്ടായി ശബ്ദം? ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. 3 പ്രാവശ്യം ഇതുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് കൊർന്നേലിയോസ് അയച്ച ദൂതന്മാർക്ക്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം ഒരു വ്യക്തിയെ കണ്ടാൽ അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ, ദൈവം ഒരുക്കുന്ന വഴികൾ, അത് മാത്രമല്ല
അന്ന് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് ജാതികൾക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം പത്രോസ് സാധ്യമാക്കുകയാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ, ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക്. ശരിയാണ്, നമ്മൾ പറയാം അതിനെ ചിലപ്പോൾ കളിയാക്കി, പിന്നെ ചില വിഭാഗക്കാരെയൊക്കെ നമ്മൾ കളിയാക്കാൻ പറയും. പക്ഷെ അതൊരു വലിയ സത്യമാണ്. കാരണം വാസ്തവത്തിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള താക്കോൽ കൊണ്ട് തുറന്ന് അനേകരെ ദൈവരാജ്യത്തിലേക്ക് കടത്തിവിടാൻ തുടങ്ങിയ ആരാ? പത്രോസാ. കാരണം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. എത്ര പേരെയാ ഒറ്റയടിക്ക് പത്രോസ് സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്ന് അകത്തോട്ട് കയറ്റി വിട്ടെ? 3000 പേര്. അതാരാ? അത് യഹൂദന്മാരാ. പക്ഷെ ഇതാ ഇവിടെ ജാതികൾക്ക് വേണ്ടിയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കാൻ ദൈവം പത്രോസിന് കൊടുക്കുക. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളൊക്കെ ഉവ്വെന്ന് മാത്രമാണ്. അതിന് ഒരു നാളും മാറ്റമില്ല. ഞാൻ മടങ്ങി വരട്ടെ. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് ചെല്ലുമ്പം അവൻ മാത്രമാണോ വീട്ടിലുള്ളത്? അവന്റെ സകല ചാർച്ചക്കാരെയും സകല സ്നേഹിതന്മാരെയും പട്ടാളത്തിലുള്ള എല്ലാ ഓഫീസർമാരെയും എല്ലാം അവൻ വീട്ടിൽ വിളിച്ചു വരുത്തി പത്രോസിൽ നിന്ന് ദൈവവചനം കേൾക്കുക. അതിന്റെ ഫലമായിട്ട് അനേകര് മാനസാന്തരപ്പെടാൻ ഇടയാകുക. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും ദൈവം അന്ന് പകരുകയാണ്. കാരണക്കാരനാരാ? അവനൊരു ദർശനം കിട്ടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പ്രകാശിച്ചു. പ്രിയമുള്ളവരെ, ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കും നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. മത്തായി സുവിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവിന് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് ശോഭിക്കണം. ഏത് സാഹചര്യം ഞാൻ മുൻകൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. ഡോക്ടർ നമ്പൂതിരിപ്പാടിന്റെ സാക്ഷ്യം. അത് വലിയൊരു പ്രശസ്തനായ ന്യൂറോ സർജനായിരുന്നു. പയ്യോളിക്കാരനൊരു നമ്പൂതിരിപ്പാടാണ്. പയ്യോളി സ്വദേശിയാണ്. വലിയ ആട്ടിയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. വലിയ ന്യൂറോ സർജനായിരുന്നു. പ്രശസ്തനായ ന്യൂറോ സർജനായിരുന്നവൻ. ലുധിയാന മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറായിരുന്നവൻ. അദ്ദേഹം ദൈവൂർവയിലേക്ക് വരാനായിട്ടിടയായ കാരണം എന്താണെന്നറിയാമോ? ഒരിക്കൽ അദ്ദേഹം MRCPക്ക് ഇംഗ്ലണ്ടിൽ പഠിക്കുമ്പോൾ ഡോക്ടേഴ്സിന്റെ സിസ്റ്റേഴ്സും എല്ലാം കൂടെ ചേർന്നുള്ള ക്രിസ്മസ് ഫംഗ്ഷൻ നടക്കുക, ക്രിസ്മസ് ആഘോഷം പൊടിപിടിക്കുക, ക്രിസ്മസ് ഡിന്നർ നടക്കുക. എല്ലാവരുടെയും ഗ്ലാസ്സിൽ ഇങ്ങനെ മദ്യം വിളമ്പുക. മദ്യം വിളമ്പി ഈ നമ്പൂതിരിപ്പാടിന്റെ അടുത്തിരുന്നത് ഒരു നേഴ്സ് പെൺകുട്ടിയാണ്. ഇവളുടെ അടുക്ക വന്ന് കപ്പിലേക്ക് ഈ മദ്യം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അവള് പറഞ്ഞു, സോറി, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഗിവ് മീ സം സോഫ്റ്റ് ഡ്രിങ്ക്സ്. എനിക്ക് എന്തെങ്കിലും വേറെ സോഫ്റ്റ് ഡ്രിങ്ക്സ് തന്നാൽ മതി, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ നമ്പൂതിരിപ്പാട് വലിയ അത്ഭുതത്തോടെ ചോദിച്ചു, വൈ യു ഡോണ്ട് വാണ്ട് ലിക്കർ? ഉടനെ ഇമ്മീഡിയറ്റ്ലി അവൾ റെസ്പോണ്ട് ചെയ്തു, ബിക്കോസ് ഐ എം എ ക്രിസ്ത്യൻ. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് കുടിക്കത്തില്ല. ഉടനെ നമ്പൂതിരിപ്പാട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, യു ആർ എ ക്രിസ്ത്യൻ? All these fellows who are drinking, they are all Christians. What is the difference between you and them? ഈ ചുറ്റുപാടി ഇരിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനികളാ. ഇവരെല്ലാം കുടിക്കുക, മദ്യം കുടിക്കുക. അപ്പൊ നീയും ക്രിസ്ത്യാനിയാന്ന് പറയുന്നത്, നീ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? She shared the simple gospel to that great man, and that was the beginning of his salvation. ആലോചിച്ച് നോക്കിയേ, ഒരു പാവപ്പെട്ട നേഴ്സ് പെൺകുട്ടി ഒരു വലിയ മനുഷ്യനെ ദൈവോർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ അവൾ എഴുന്നേറ്റ് പ്രകാശിച്ചപ്പോൾ അത് മുഖാന്തരമായി. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരുപക്ഷെ നമ്മുടെ ബിസിനസ് രംഗത്തായിരിക്കാം. ബിസിനസ് രംഗത്ത് എങ്ങനെ നമുക്ക് കർത്താവിനെ ഉയർത്താൻ പറ്റും? എല്ലാവരും കളവും ചതിവും വഞ്ചനയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സത്യസന്ധമായി ബിസിനസ് ചെയ്യണം. സത്യസന്ധമായ ബിസിനസ് ചെയ്യുമ്പോ അവര് ചോദിക്കും, വേണ്ട നീ എന്താ ഇങ്ങനെ?
നമുക്ക് നമ്മുടെ അനുഭവം പങ്കിടാനുള്ള നല്ലൊരു അവസരമാണ്. ഏതവസരവും നമുക്ക് കിട്ടുന്ന ഏതവസരവും കർത്താവിനെ ഉയർത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. കർത്താവിന് വേണ്ടി ജ്വലിച്ച് ശോഭിക്കണം. പക്ഷെ കർത്താവിന് വേണ്ടി ജ്വലിച്ച് ശോഭിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ സാക്ഷി പറയാൻ ബുദ്ധിമുട്ടുള്ള എവിടെ? സ്വന്തം ഭവനത്തിൽ വലിയ പാടാണ്. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വലിയ പാടാണോ? എളുപ്പമാണോ? ആരും അറിയുന്നില്ല. അതൊന്നും നോക്കിയിട്ട് പോലും ഇല്ല. അവരോട് സുവിശേഷം പറയാൻ ശ്രമിച്ചിട്ട് പോലും ഇല്ലയോ? ഇവിടെ സുവിശേഷം ഒന്നും പറയാൻ പറ്റില്ല. ഒരു ട്രാക്റ്റേലും കൊടുക്കാമോ? കൊടുക്കണം. ദൈവം അതിനെ നമ്മളെ വിളിച്ചത്. ഈ നമ്മളെ ജീവൻ പ്രാപിച്ചു. ജീവൻ ഉള്ളത്, നമുക്ക് ജീവൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ജീവനുള്ളത് എപ്പോഴും മറ്റുള്ളതിന് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കും. എന്നൊരു ആവർത്തിക്കുക. ജീവനുണ്ടെന്നുള്ളതിന്റെ ലക്ഷണം എന്താണെന്നറിയാമോ? ഇറ്റ് വിൽ ജനറേറ്റ് അനദർ, ജീവനുള്ള മറ്റൊന്നിനെ അത് സൃഷ്ടിക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ട് ജീവൻ പ്രാപിച്ചെങ്കിൽ അനേകർക്ക് ജീവൻ കൊടുക്കുന്നവരായി നമ്മൾ മാറണം. നമുക്ക് രക്ഷിക്കപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ we can be an instrument in the hands of our master to bring many to the saving grace of the Lord. കർത്താവിന്റെ രക്ഷന്റെ സുവിശേഷത്തിലേക്ക് അനേകരെ കൊണ്ടുവരുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റായി നമുക്ക് തീരാനായിട്ട് കഴിയും. പക്ഷേ അവിടെ നമ്മുടെ സാക്ഷ്യം ഉണ്ടായിരിക്കും. നമ്മൾ ഒരു സാക്ഷ്യവും ഇല്ലാതെ വെറും ലോക മനുഷ്യരെക്കാളും കഷ്ടമായിട്ട് ജീവിച്ചിട്ട് നമ്മൾ സുവിശേഷം പറഞ്ഞ ആരും കേൾക്കത്തില്ല. അതിനെ കുറിച്ച് തന്നെ ഒരു വലിയ മനുഷ്യൻ പറഞ്ഞത്, തത്വജ്ഞാനി പറഞ്ഞത്, show me that you are a redeemed person, then I will believe in your redeemer. എന്നോട് വിശദീകരിക്കാം. Show me that you are a redeemed person, then I will believe in your redeemer. നിങ്ങളൊരു രൂപാന്തരം പ്രാപിച്ച മനുഷ്യനാണെന്ന്, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനാണെന്ന് നിങ്ങൾ എന്റെ മുമ്പിൽ ഒന്ന് തെളിയിക്കുക, ജീവിച്ച് കാണിച്ചതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ വിശ്വസിക്കാം. നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ വാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കണം, അല്ലേ? ആലപ്പുഴ മാർക്കറ്റില് ഒരു മനുഷ്യനെ കുറിച്ച് വലിയ സാക്ഷ്യം ഉണ്ടായിരുന്നു. കരിമ്പിൽ ചെറിയാച്ചൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം കരിമ്പ് ആട്ടി ശർക്കരയാക്കിയിട്ട് ആലുവ മാർക്കറ്റിൽ, അതിങ്ങനെ നല്ല ഈ പനമ്പട്ടമുണ്ട്, അത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, അതിനകത്ത് കെട്ടിയാണ് ഈ ശർക്കര വള്ളത്തേലാണ് ആലപ്പുഴ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. പഴയ കാലമാണ്. അപ്പൊ ഈ വള്ളത്തെ കൊണ്ടുവന്ന ആലപ്പുഴ മാർക്കറ്റിൽ വന്ന് ഈ മുസ്ലിംസിന്റെ ഒക്കെ കടയിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, കരിമ്പിച്ചെറിയാച്ചന്റെ ചക്കരയാണോ, തൂക്കണ്ട, അകത്തോട്ട് തട്ടിക്കോ, സ്റ്റോക്ക് ഗോഡൌണിലോട്ട് തട്ടിക്കോ. കാരണം കരിമ്പിച്ചെറിയാച്ചൻ 100 പവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് 101 കാണും, അതിൽ ഒരു അണുവിടെ കുറയത്തില്ല. അതായിരുന്നു കരിമ്പിച്ചെറിയാച്ചന്റെ സാക്ഷി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കാലത്ത് എല്ലാ ഉപദേശിമാരുടെയും ഒരു പ്രസംഗ വിഷയമായിരുന്നു കരിമ്പിച്ചെറിയാച്ചന്റെ സാക്ഷി. ജീവിച്ചിരുന്ന മനുഷ്യനാ. ഇന്നത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ സാക്ഷി. കരിമ്പിച്ചെറിയാച്ചന്റെ ചക്കരയാണോ, തൂക്കണ്ട, തട്ടിയത്. അത് തൂക്കി നോക്കേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്ക് എപ്പോഴും എന്ന് മാത്രമായി. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് മാറ്റി പറയരുത്. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിനുവേണ്ടി നമ്മൾ നിൽക്കണം. അവിടെയാണ് നമ്മുടെ സ്റ്റാൻഡ്. ഞാൻ ഓർക്കുന്നു, ഞാൻ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ
ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ, ടീച്ചേഴ്സിന്റെ ഇലക്ഷനൊക്കെ വരുമ്പോൾ AKPCT എന്നൊക്കെ പറഞ്ഞ് പല അധ്യാപക സംഘടനകളുണ്ട്. അപ്പം ഇവരെല്ലാം വോട്ട് ചോദിച്ചോണ്ട് വരും. സെനറ്റിലേക്കും ഒക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ വോട്ട് ചോദിച്ചോണ്ട് വരും. അപ്പൊ ഞാൻ ഇവരോട് ആരോടും കമ്മിറ്റ് ചെയ്യത്തില്ല. കാരണം എല്ലാരും പറയും, നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെ ഒരാൾ വന്ന് വോട്ട് ചോദിച്ചെന്ന് പറയും, തരാമെന്ന് പറയും. അല്ലെ നമ്മൾ ആരോടെങ്കിലും മുഖത്ത് നോക്കി തരത്തില്ലെന്ന് പറയുമോ? പറയത്തില്ല. അപ്പൊ എല്ലാരും പറയും തരാം. വോട്ട് ചെയ്ത ആർക്കാന്ന് ആരെങ്കിലും അറിയുന്നല്ലേ? പക്ഷെ ഞാൻ എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും, ഞാൻ തൽക്കാലം എനിക്ക് ഞാനൊരു വ്യക്തിയെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരുമെന്നും തരത്തില്ലെന്നും ഞാൻ പറയത്തില്ല. പറഞ്ഞാൽ ഞാൻ വാക്ക് പാലിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് വിശ്വസിക്കുമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം, പ്രോവിഡന്റ് ഫണ്ടിൽ പൈസ അടച്ചാൽ നമ്മൾ അടച്ചവണം. അത് 20 വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ, ലോൺ എടുക്കണമെങ്കിൽ എന്താ വേണമല്ലോ? അപേക്ഷ എങ്ങനെ എഴുതണ്ടി? അപേക്ഷ എഴുതിയിട്ടില്ലല്ലോ. ഇങ്ങനെ അപേക്ഷ എഴുതണ്ടെന്ന് അറിയാമോ? ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് മൈ വൈഫ് or treatment of my father and mother, for the prolonged illness of my father or mother who is solely dependent on me, അല്ലെങ്കിൽ for the treatment of the prolonged illness of my wife. എല്ലാവരും എഴുതും prolonged. എല്ലാവരുടെ ഭാര്യമാർക്ക് 6 മാസം കൂടുമ്പോ prolonged illness ആണ്. 6 മാസത്തിൽ ഒരിക്കലും ലോൺ എടുക്കാൻ പറ്റും. prolonged illness അല്ലെങ്കിൽ prolonged illness of father and mother who is only dependent on me. അപ്പം ഞാനിതെങ്ങനെ എഴുതുന്നത്? എനിക്ക് പണത്തിന് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിതെങ്ങനെ എഴുതുന്നത്? അപ്പൊ ഞാനിത് എഴുതത്തില്ല. അപ്പൊ ഓഫീസില് ഇതിന്റെ സെക്ഷൻ ക്ലർക്ക് ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും എന്നെ വിളിച്ചു പറഞ്ഞു, ഗംഗാധരൻ വരെ, എന്റെ പൊന്നു സാറേ, ആവശ്യമില്ലെങ്കിൽ ഒരു 1000 രൂപ ലോൺ എടുക്ക്, അല്ലെങ്കിൽ സാറ് റിട്ടയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പണിയാ. ഇതെല്ലാം കൂടെ ഈ ഇത്രയും വർഷത്തെ പ്രോവിഡന്റ് ഫണ്ട് ഡീറ്റെയിൽസ് എഴുതി ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യണമെങ്കിൽ മാസങ്ങൾ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടണം. സാർ ഇടയ്ക്കിടയ്ക്ക് ലോൺ എടുക്കാമെങ്കിൽ അത് ലോൺ എടുത്തു കഴിയുമ്പോൾ ബാക്കി സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടും, എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും, നമുക്ക് കണക്കൂട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഞാൻ ചോദിക്കും അവരോട്, ഈ പ്രൊലോങ്ഡ് ഇല്ലസ് എഴുതാതെ കിട്ടുമോ? അത് രക്ഷയില്ല. അങ്ങനെയാണ് എനിക്ക് വേണ്ട. എനിക്ക് അങ്ങനെ ഒരു സാക്ഷി ഉണ്ടായി. ദൈവം നമുക്ക് സാക്ഷി വർത്തു. 150 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചിങ് സ്റ്റാഫ്. നോൺ ടീച്ചിങ് സ്റ്റാഫ് വേറെ. ഇവരെല്ലാം 6 മാസം കൂടുമ്പോൾ എഴുതും. പക്ഷെ ഞാൻ ഒരൊറ്റ വ്യക്തി മാത്രം അതിന് ലോൺ എടുക്കാത്ത വ്യക്തിയാണ്. 20 വർഷം കഴിഞ്ഞപ്പം മോടെ കല്യാണത്തിന് ലോൺ എടുക്കാം, അതിന് പ്രൊവിഷനുണ്ട്. അന്നേരം മാത്രമാണ് ഞാൻ ലോൺ എടുത്തത്. അതിന്റെ ഫലമായിട്ട് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രോവിഡന്റ് ഫണ്ടിൽ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത പണം ഇതിനകത്തുണ്ടായി. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പത്തിൽ ഈ ഞാനിപ്പോൾ താമസിക്കുന്ന കാക്കനാട്ടിലെ വീട് വാങ്ങാനായിട്ട് നല്ലൊരു എമൗണ്ട് എൻ്റെ പ്രോവിഡന്റ് ഫണ്ടിൽ കിട്ടി. അന്ന് ദൈവം എനിക്ക് തന്നൊരു സാക്ഷ്യമുണ്ട്. പ്രൊഫസർ TV അലക്സാണ്ടർ കള്ളം പറയത്തില്ല. ഞാൻ ഏതാണ്ടാണെന്നല്ല പറഞ്ഞില്ല. ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ സാക്ഷ്യം നിലനിർത്തണം. ഒരു ദൈവദാസനെ എന്നെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, വാട്ട് യു ആർ സ്പീക്സ് സോ ലൗഡ് ദാറ്റ് ഐ കനോട്ട് ഹിയർ വാട്ട് യു സ്പീക്ക്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. വാട്ട് യു ആർ സ്പീക്സ് സോ ലൗഡ് ദാറ്റ് ഐ കനോട്ട് ഹിയർ വാട്ട് യു സ്പീക്ക്. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ഇടപാടുകൾ, ഇതൊക്കെ ഉച്ചത്തിൽ സംസാരിക്കുക. അതൊക്കെ ഉച്ചത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് നീ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? നമ്മുടെ ജീവിതമില്ലാത്ത സാക്ഷ്യം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസവും
പ്രവൃത്തിയും ഒരുമിച്ച് പോകണം. വിശ്വാസമില്ലാത്ത പ്രവൃത്തി ചത്തതാകുന്നു. എവിടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നല്ലൊരു ചെവി പിടുത്തം. അതോട്ട് കയറിയിരുന്നോ? മത്തായി അങ്കിളിനെക്കാട്ടിലും കട്ടിയായി ഈ അങ്കിള് കേട്ടോ. നമ്മുടെ സാക്ഷ്യമില്ലായ്മ അല്ലേ? എന്തുകൊണ്ടാ കേരളത്തിൽ സുവിശേഷം സുവിശേഷം വന്നതാ അല്ലേ? തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്ന സമയത്ത് തോമസ് അപ്പോസ്തലൻ ആദ്യ നാളുകളിൽ തന്നെ സുവിശേഷം എത്തിയ നാടാ കേരള നാട്. പക്ഷെ എന്തുകൊണ്ട് ഇന്നും അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കാൻ കഴിഞ്ഞില്ല? നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യമില്ലായ്മ കൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി ജ്വലിച്ച് ശോഭിക്കണം. നമ്മൾ അധികമൊന്നും ആരോടും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ജീവിതം, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ ഒക്കെ ദൈവനാമ മഹത്വത്തിനും അവന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കുമായി തീരണം. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെന്നാണ് ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് പക്ഷെ പ്രസംഗിക്കാൻ ചിലപ്പോൾ കഴിയില്ലായിരിക്കും. പക്ഷെ ആയിരിക്കുന്ന സ്ഥാനത്ത് നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയുമല്ലോ. നമ്മുടെ സാക്ഷ്യം കണ്ട് മറ്റുള്ളവർ ചോദിക്കണം, നിനക്ക് എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നു? നിനക്കെങ്ങനെ കൈക്കൂലി വാങ്ങാതെ ജീവിക്കാൻ പറ്റുന്നു? നിനക്കെങ്ങനെ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നു? നിനക്കെങ്ങനെ കള്ളത്തരം പറയാതെ ജീവിക്കാൻ പറ്റുന്നു? അവിടെ നമുക്ക് യേശുവിനെ കുറിച്ച് അവരോട് പറയാൻ പറ്റും. ബിക്കോസ് ഐ എം എ റിഡീംഡ് പേഴ്സൺ. ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാനൊരു വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, ഈ നാടുകളിൽ സാക്ഷ്യമുള്ള ചിലരെയാ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിന് വലിയ കൂട്ടമൊന്നും വേണ്ട. വലിയ ആൾക്കൂട്ടത്തിൽ കർത്താവിന് ഒരു താല്പര്യമില്ലായിരുന്നു. കർത്താവിന് വ്യക്തികളിലായിരുന്നു താല്പര്യം. നമ്മൾ നോക്കിയേ, എല്ലാരും ചുറ്റും പുരുഷാരെ ഉന്തി തള്ളി അവന്റെ തിക്കി തിരക്കുമ്പോഴും കർത്താവ് എന്തോ ശ്രദ്ധിച്ചു? അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട സ്ത്രീയുടെ അവൻ തിരിച്ചറിഞ്ഞു അല്ലെ? എല്ലാരും തിക്കിത്തിരക്കി പോകുമ്പോ യേശുവിനെ കാണാൻ മരത്തിന്റെ മേളിൽ കയറിയിരുന്ന സക്കായിയെ കണ്ട സക്കായി കയറിയിരുന്ന മരത്തിന്റെ താഴെ വന്നപ്പോൾ യേശു സക്കായിയോട് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഒരു ശമര്യക്കാരത്തെ സ്ത്രീ അന്വേഷിച്ചവൻ സുക്കാർ താഴെ വരെ നടന്നു. ഒരു ഭൂതം ബാധിച്ച് 6000 ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യനെ തേടി അവൻ കടലും കടന്ന് അവൻ ഗദരദേശത്തേക്ക് പോയി. ഇവരൊക്കെ കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അവരൊക്കെ കർത്താവിന് വേണ്ടി ജ്വലിച്ച് ശോഭിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് സുവിശേഷം ലോകമെമ്പാടും ആയിത്തീർന്നത്. നമുക്കൊന്ന് ജ്വലിച്ച് ശോഭിക്കാൻ പറ്റുമോ? വലിയ കഴിവൊന്നും വേണ്ട. ഞാൻ ഈ സമയത്ത് ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇവാൻ റോബർട്സിന്റെ കാര്യം ഓർക്കുക. ഒരു കൽക്കരി തൊഴിലാളിയാണ്. കൽക്കരി തൊഴിലാളിയായിരുന്ന ഇവാൻ റോബർട്സ് രക്ഷിക്കപ്പെട്ടു. ആരോ സുവിശേഷം പറഞ്ഞു, അവൻ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട് ഭയങ്കര വെമ്പല. അപ്പൊ വിദ്യാഭ്യാസമില്ല, പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയില്ലാത്തൊരു മനുഷ്യനാണ്. വേദവസ്ഥ ജ്ഞാനമില്ല. എങ്ങനെയെങ്കിലും ബൈബിൾ പഠിക്കണമെന്നുണ്ട്. ഇപ്പൊ ബൈബിൾ പഠിക്കാനായിട്ട് ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോകണ്ടേ? അദ്ദേഹം അവിടുത്തെ പ്രശസ്തമായ ഒരു ബൈബിൾ കോളേജില് അവരെ സമീപിച്ചിട്ട് രണ്ട് സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു അഡ്മിഷൻ തരുമെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, നിനക്ക് ഇവിടെ അഡ്മിഷൻ തരാൻ പറ്റത്തില്ല. അപ്പൊ ചോദിച്ചു, എനിക്ക് ബൈബിൾ കോളേജിൽ അഡ്മിഷൻ തന്നില്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരാൻ പറ്റുമോ? കുശലിയിലൊരു ജോലി, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ജോലി. അപ്പോൾ അവിടുത്തെ സുവിശേഷൻ പറഞ്ഞു, ഇവിടെ വരുന്ന ആളുകളുടെ ചെരുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കാൻ ഒരു മനുഷ്യനെ വേണം. നിനക്കത് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഓ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ദീർഘവർഷങ്ങൾ ഈ മനുഷ്യൻ അവിടെ നിന്ന് ചെരുപ്പ് തുടക്കുകയും പള്ളിയിലെ ഓരോ മെസ്സേജും അവൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞു. അവൻ ബൈബിൾ കോളേജ് അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല. കുറെ വർഷം കഴിഞ്ഞ് അവിടെ വലിയ സ്ഥാപനത്തിൽ വലിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ദേവദാസനെ വിളിച്ച് പ്രസംഗിക്കാൻ.
പക്ഷെ തക്ക സമയമായപ്പോ ആ ദേവദാസൻ വന്നില്ല. പാസ്റ്റർ ആകെ വിഷമിച്ചു. പാസ്റ്റർ പഴയൊരു പ്രസംഗം എടുത്തോണ്ട് പുൾപിറ്റിൽ കയറി നിന്നു. പക്ഷെ പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ഉടനെ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, അവിടെ ചെരുപ്പ് തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഇയാൻ റോബർട്ട്സ്, അവനാണ് ഇന്ന് വചനം പ്രസംഗിക്കേണ്ടത്. പാസ്റ്റർ പറഞ്ഞു, നോ നോ നോ, ഐ വിൽ നോട്ട്. ചെരുപ്പ് ഉടയ്ക്കുന്നവൻ അവന് വിദ്യാഭ്യാസ യോഗ്യതയില്ല, അവന് കഴിവില്ല. ഇത്രയും ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് ഞാൻ അവനെ വിളിച്ച് പ്രസംഗിപ്പിക്കാനോ? ഞാൻ ചെയ്യത്തില്ല. ഈ മനുഷ്യൻ പിന്നെയും പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു വാക്ക് പോലും ഈ മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നില്ല. ജനം വിഷമിച്ചു. പെട്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, ഇവാൻ റോബർട്ട്സിനെ വിളിക്കാൻ പറഞ്ഞു. ഇവാൻ റോബർട്ട്സിനെ വിളിച്ചു. ഈ മനുഷ്യൻ കയറി നിന്നു. ഒറ്റ പ്രസംഗം. ആ പട്ടണത്തിൽ വലിയ ഉണർവ് ആരംഭിച്ചു. ഇവാൻ റോബർട്ട്സിന്റെ ചരിത്രം ഇന്നും ക്രിസ്തു സഭ ഓർക്കുന്നു. കാരണം എന്താ? അവന് വിദ്യാഭ്യാസമില്ല, കഴിവില്ല, അറിവില്ല, പക്ഷെ അവന് സമർപ്പണമുണ്ടായി. He had a real commitment to shine for the Lord. കർത്താവിന് വേണ്ടി ജ്വലിച്ച് ശോഭിക്കാൻ വലിയ ഒരു ദാഹം അവന്റെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവർ, ഈ ദാഹം നമുക്കുണ്ടോ? കർത്താവിന് വേണ്ടി ജ്വലിച്ച് ശോഭിക്കണം, ആത്മാക്കളെ നേടണം. ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് കുറച്ചു പേരെ എങ്കിലും കർത്താവിന് വേണ്ടി നേടണം. ഈ ഒരു ദാഹം നമുക്കുണ്ട്. ഈ എന്നെ തല തൊട്ടത് വിശപ്പുപദേശി എന്ന് പറഞ്ഞൊരു മനുഷ്യന്. ഇദ്ദേഹത്തിന് ഈ വിശപ്പ് വരാൻ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, വിശപ്പുപദേശി എന്ന് വിളിക്കാൻ കാര്യം, ഇദ്ദേഹം ബസ്സിലെ ഒരു കണ്ടക്ടറായിരുന്നു. ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നുകൊണ്ട് എത്ര മനുഷ്യര് ബസ്സിനകത്ത് കയറിയാലും ഇയാൾക്ക് തൃപ്തി വരത്തില്ല. ഇയാൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, വായ 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 വായ, ചെങ്ങന്നൂർ 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 ചെങ്ങന്നൂർ, അല്ലെ പുല്ലൂർ പുല്ലൂർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ എത്ര ബസ് നിറഞ്ഞാലും ഈ മനുഷ്യൻ ബസ് വിടത്തില്ല. അപ്പൊ അന്ന് ഇദ്ദേഹത്തിന് ഇട്ടൊരു പേരാണ് വിശപ്പ്. വിശപ്പ് കണ്ടക്ടർ. എത്ര കിട്ടിയാലും പിന്നെ വിശപ്പാണ്. ആളുടെ പോരാ 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 പോരാ. ഇദ്ദേഹം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് വിശപ്പുപദേശി എന്നായി. ഈ വിശപ്പുപദേശിക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. അന്ന് ബസ്സിനകത്ത് എത്ര ആള് കിട്ടിയാലും തൃപ്തി വരാത്ത മനുഷ്യൻ എത്ര പേരോട് സുവിശേഷം പറഞ്ഞാലും ആ മനുഷ്യൻ തൃപ്തി വരത്തില്ല. ഈ ഒരു വിശപ്പ് നമുക്കുണ്ടോ? നമ്മൾ വരുന്നു, ആരാധിക്കുന്നു, അല്ലെ? കർത്താവിന്റെ മേശയിൽ ഭക്ഷിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ടു, അല്ലെ? സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ടുമായി ഇനി എൻട്രി വിസ ഇവിടെ നിന്ന് അടിച്ചു കിട്ടിയാൽ നമുക്ക് സ്വർഗത്തിലോട്ടങ്ങ് റെഡിയായി. പക്ഷേ അയൽവക്കത്തുള്ളവരോട്, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് കർത്താവ് സുവിശേഷം പറയാനും, ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ ഒരു ഏർച്ചി തന്നാലുണ്ടല്ലോ, ഒരു ദാഹം തന്നാൽ അന്നേരം ചെയ്തോ. എല്ലാരോടും പറഞ്ഞിട്ട് നടക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. സാവേ, എനിക്ക് ആത്മാർത്ഥമാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. എന്റെ ജീവിതത്തിലായിരുന്നു കയ്യിൽ കൊണ്ടുതരും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. കർത്താവിന് വേണ്ടി നമുക്ക് ഉണർന്ന് ശോഭിക്കാം. അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം തലകളെ ഉണക്കിയാട്ടെ. കേട്ട വചനത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കീഴ്പ്പെടുത്തി കൊടുക്കാം. കർത്താവേ, നീ എനിക്ക് രക്ഷയുടെ സന്തോഷം തന്നു. നീ എന്നെ വീണ്ടെടുത്തു. എന്നെ വീണ്ടെടുക്കാൻ നീ വലിയൊരു വില കൊടുത്തു. എന്നെ അവിടുത്തെ മകനാക്കി അല്ലെങ്കിൽ മകളാക്കി തീർന്നു. കർത്താവേ, ഞാൻ വെറുതെ ഇരിക്കാനല്ല, അങ്ങേക്ക് വേണ്ടി ജ്വലിച്ച് ശോഭിക്കാനാണല്ലോ അവിടുന്ന് എന്നെ വിളിച്ചത്, എന്നെ തെരഞ്ഞെടുത്തത്. കർത്താവേ, നിനക്ക് വേണ്ടി കത്തി ശോഭിക്കാം. ഹല്ലേലൂയ. അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി ഒരു മെഴുകുതിരി പോലെ കത്തി കത്തി എരിഞ്ഞ് എരിഞ്ഞ് തീരുവാൻ
അനുഭവിക്കാനല്ല, കർത്താവിന് വേണ്ടി ഓടി 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 ഇല്ലാതായി തീരാ. പൗലോസ് പറയാണ്, ഞാൻ കർത്താവിന് വേണ്ടി ഒരു പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. പാനീയ യാഗം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചാട്ടെ. നമ്മുടെ സമർപ്പണത്തിന്മേൽ പരിശുദ്ധാത്മാവ് മുദ്രയിടട്ടെ. അത് നിവർത്തിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന ഈ നല്ല സമയത്തിന് എഴുന്നേറ്റ് ശോഭിപ്പാൻ ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തില് വഷളത്വം കൊണ്ട് പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ഒരു സമൂഹത്തിന്റെ തലമുറയുടെ നടുവിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക മാത്രമല്ല, ഞങ്ങൾ എഴുന്നേറ്റ് പ്രകാശിപ്പാൻ അനേകരെ ഞങ്ങളിൽ കൂടെ ദൈവകൃപ കാണാൻ, ദൈവസ്നേഹത്തെ കണ്ടെത്താൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾ വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, മറിച്ച് വചനം ഞങ്ങളിൽ ക്രിയ ചെയ്യണം. ഞങ്ങളിൽ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വചനം ക്രിയ ചെയ്യണം. എവിടെയെല്ലാം വിടുതലുകൾ ആവശ്യമുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ കരം കടന്നിൽ മറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, മയക്കുമരുന്നിന്റെയും പാപത്തിന്റെ ഒക്കെ ബന്ധനത്തിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരുണ്ട് കർത്താവേ. ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ കുലുങ്ങി. വാതിലുകൾ തുറക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവേ, ഇങ്ങനെയുള്ള പാപങ്ങൾക്ക് അടിമകളായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അതിൽ നിന്ന് പുറത്തു വരുക. ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെല്ലാവരും ഈ നാളുകളിൽ സഹായിച്ചാട്ടെ. സകല മഹത്വവും അവിടുന്ന് എടുത്താട്ടെ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അത്താവരെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ പൊതിഞ്ഞാട്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ.